മഴതോരും മുമ്പയുടെ ഇനി വരാൻ വേണ്ടിയിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. വീട്ടിൽ നിന്നും അടിച്ചിറക്കിയ അലീനയെ കണ്ടെത്തി ബാലചന്ദ്രനും കൃഷ്ണമോളും അലീനയും കൂടി ചേർന്നിട്ട് ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവർ കൊടുത്തിരിക്കുന്ന ഫോമിനകത്ത് കൃഷ്ണജയുടെ പേരിന് നേരെയും അതുപോലെ അലീനയുടെ പേരിന് നേരെയും മകൾ എന്നാണ് ബാലചന്ദ്രൻ എഴുതിയിരിക്കുന്നത്. അത് വളരെയധികം അമ്പരപ്പോട് കൂടിയിട്ടാണ് കൃഷ്ണജ നോക്കി കണ്ടത്. പിന്നീട് മുറിയിലെത്തിയ അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാം മറക്കണം അല്ലെങ്കിൽ നീ എല്ലാം പൊറുക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ നിന്റെ മനസ്സിന്റെ ഒരു കോണിലേക്ക് അത് മാറ്റിവെക്കണം. ഞാനും എന്റെ കുടുംബവും ഇങ്ങനെയാവാൻ വേണ്ടിയിട്ട് നീയും അതിനൊരു കാരണം തന്നെയാണ്. അങ്ങനെ തന്നെ കുറ്റപ്പെടുന്ന രീതിയിലാണ് ബാലചന്ദ്രന്റെ വാക്കുകൾ. അത് കേട്ട അലീനയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലീനയെ ആശ്വസിപ്പിക്കുന്നു നമ്മുടെ ബാലചന്ദ്രൻ. അത് കണ്ട കൃഷ്ണജയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. നീ വളരെയധികം ടയേർഡായിരിക്കും, അതുകൊണ്ട് മോള് ചെന്നൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അലീനയെ പറഞ്ഞു വിടുന്നുണ്ട് ബാലചന്ദ്രൻ. അത് കഴിഞ്ഞ് കൃഷ്ണമോളാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛ ഇനിയിപ്പോ നമ്മള് വീട്ടിലേക്ക് തിരികെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? അച്ഛൻ എന്തിനാണ് അലീന ചേച്ചിയെ വീണ്ടും തിരികെ വിളിച്ചത്? അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യത്തിൽ അച്ഛൻ എന്തായാലും ചേച്ചി അവിടുന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു എന്ന് പറയാണേ. അവിടെ എന്ത് സംഭവിക്കാനാണ്? തിരികെ ഞാൻ അലീനയെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. അതച്ഛാ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെ അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇത് മോളെ വാശിയല്ല, ആ വീട്ടില് നിനക്കും ബബിതയ്ക്കും അതുപോലെ രോഹിത്തിനും ഒക്കെയുള്ള അതേ അവകാശം തന്നെ അലീനയ്ക്കും ഉണ്ട്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? വെറും ജോലിക്കാരിയായ അലീന ചേച്ചിക്ക് അവിടെ എന്ത് അവകാശമാണ്? ചേച്ചി നമ്മളെ എല്ലാവരും നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാം ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ചേച്ചിയേക്കാൾ വലുത് അച്ഛ അമ്മയല്ലേ. അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യത്തില് അച്ഛൻ എന്തിനാ വീണ്ടും അലീന ചേച്ചിയെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇപ്പോ നിന്റെ അമ്മയെക്കാളും മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് അലീനയാണ്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് കൃഷ്ണമോള് പറയുമ്പോ, അത് വേറൊന്നും കൊണ്ടല്ല മോളെ, എന്റെ മൂത്ത മകളാണ് അലീന. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറയുന്നതെല്ലാം സത്യം തന്നെയാണ് മോളെ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മൂത്ത മകളാണ് അലീന. ഞാനും മോളെ ഒരു മനുഷ്യനാണ്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത്രയും നാളായിട്ട് ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചുകൊണ്ട് നടന്ന ആൾക്കാരെ എന്നെ ചതിക്കുകയായിരുന്നു. ആ സത്യം തിരിച്ചറിയുന്ന സമയത്ത് അച്ഛന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം മോള് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് കൃഷ്ണേന്ദുവിന് മനസ്സിലാകുന്നില്ല. നിന്റെ അമ്മയെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചിട്ടുണ്ട്. അവളെ സ്വന്തമാക്കിയിട്ട് സ്വന്തമായിട്ട് ഒരു കുടുംബം ഉണ്ടാക്കി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ കുടുംബമായിരുന്നു എനിക്ക് എല്ലാം. എന്നാ ഞാൻ എന്റെ എല്ലാമാണെന്ന് കരുതി സ്നേഹിച്ചവരെല്ലാം ഇപ്പോ എന്നെ ചതിക്കാണ്. നിന്റെ അമ്മ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അമ്മയുടെ അച്ഛൻ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഓർഫനേജിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനുമായിട്ട് നിന്റെ അമ്മയുടെ വിവാഹം നടന്നത്. 22 വർഷം അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിന്റെ മുത്തശ്ശനായിരുന്നു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. 22 വർഷങ്ങൾക്ക് ശേഷം നിന്റെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ട് അവളെ വീണ്ടും നിന്റെ മുത്തശ്ശൻ തിരികെ കൊണ്ടുവന്നു. നിങ്ങളെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്ത നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് അവിടുന്ന് അടിച്ചിറക്കി വിട്ടത്. സ്വന്തം മകളാണെന്നുള്ള കാര്യം അറിയാതെ നിന്റെ അമ്മ അവളോട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. അവള് നിങ്ങളെ എപ്പോഴും സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കണ്ട് സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുമാണ് അവള് ചെയ്തു തന്നിട്ടുള്ളത്. അവൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള അതിയായ ആഗ്രഹം, അവളുടെ അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവള് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അലീന നിന്റെ അമ്മയുടെ മകളാണെന്നുള്ള കാര്യം അറിഞ്ഞ ആദ്യം ഞാനായിരുന്നു അവിടുന്ന് ആട്ടി പറഞ്ഞയക്കേണ്ടത്. എന്നാ അലീന സ്വന്തം കുടുംബം പോലെ കണ്ട് കുടുംബത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട ഒരാൾക്ക് പോലും അവളോട് ക്രൂരമായിട്ട് പെരുമാറാൻ വേണ്ടി കഴിയില്ല. എന്തായാലും എനിക്ക് അലീനയെ ഉപേക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല ഒരിക്കലും. അതുപോലെ തന്നെ നിന്റെ അമ്മയോട് തനിക്ക് ഇപ്പൊ പൊറുക്കാനും കഴിയില്ല. അലീന ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോ നിന്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ക്ഷമിക്കാൻ വരെ പറ്റിയെന്ന് വരും. ഇപ്പോ അച്ഛനൊരു ആശ്വാസം എന്ന് പറയുന്നത് അലീന കൂടെ ഉള്ളത് മാത്രമാണ്. അച്ഛന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും കൃഷ്ണയുടെ നെഞ്ചത്ത് ഇങ്ങനെ കുത്തി കയറുന്നത് പോലെയാണ് കേട്ടോ തോന്നുന്നത്. കൃഷ്ണയ്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും പൊട്ടിക്കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് കൃഷ്ണ പറയുന്നുണ്ട്, അച്ഛ സ്വന്തം ചേച്ചിയാണെന്നുള്ള കാര്യം അറിയാതെയാണ് ചേച്ചി അവിടെ നിന്ന് അടിച്ചിറക്കുന്നതിന് ഞാനും മൗനസമ്മതം കൊടുത്തതുപോലെ അവിടെ നോക്കി നിന്നത്. അലീന ചേച്ചി എപ്പോഴും എന്റെ സ്വന്തം അനിയത്തെ പോലെ കണ്ടതും
സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ തന്നെയാണ് സ്നേഹിച്ചതും. എന്നിട്ട് ആ ചേച്ചിയെ ഇത്രയും ക്രൂരമായിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നത് അച്ഛ എനിക്ക് നോക്കി നിൽക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഇതെല്ലാം കേട്ടിട്ട് അച്ഛ എനിക്ക് ഉറക്കെ പൊട്ടിക്കരയാനാ തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ ഒരു കാര്യം കൂടി കൃഷ്ണമോളടുത്ത് പറയുന്നുണ്ട്, നീ ഒരു കാരണവശാലും അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങള് ആരടുത്തും പറയരുത് എന്നുള്ള കാര്യം. അതോടുകൂടിയിട്ട് നിന്റെ അമ്മ ചിലപ്പോൾ തകർന്നു പോകും. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുന്ന രീതിയിലുള്ള പ്രവൃത്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ള കാര്യവും നമുക്കറിയില്ല. ഇതെല്ലാം മോളുടെ മനസ്സിൽ ഒതുക്കി വെക്കണം. അച്ഛൻ ഇത്രയും കാലം ഇത് ആരോടും പറയാൻ വേണ്ടി പറ്റാതെ വിങ്ങി നിൽക്കുകയായിരുന്നു. മോളെടുത്ത് പറഞ്ഞപ്പോ അച്ഛന് ചെറിയ ആശ്വാസമായി. ഇനി മോൾക്കെങ്കിലും അച്ഛനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ, മറ്റാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും. അത് കഴിഞ്ഞിട്ട് വൈജിയാണ് കാണിക്കുന്നത്. കൃഷ്ണമോളും ബാലചന്ദ്രനും എവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അലീനയെ തെരഞ്ഞു പോയതായിരുന്നല്ലോ. അലീന വണ്ടി കയറി പോയി കാണും. അവർക്ക് അലീനയെ കിട്ടിയിട്ടുണ്ടാവില്ല. രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു വൈകിട്ട് വരെ വൈജയന്തി ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ താൻ വിചാരിച്ച പോലും എന്നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലാവാണ്. കൃഷ്ണമോളും അവരുടെ കൂടെ പോയിരിക്കുകയാണല്ലോ. ആകെ മൊത്തത്തിൽ ടെൻഷനിലാണ് വൈജയുള്ളത്. അങ്ങനെ അമ്മയ്ക്ക് അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് നീ എന്തൊക്കെയാ വൈജയ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പോകണ്ട എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ? അവളാണെന്നുണ്ടെങ്കിൽ പോവില്ല എന്ന് പറഞ്ഞു. നിനക്ക് ഒന്ന് ഒതുങ്ങാമായിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞതായിരുന്നല്ലോ അലീനയെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകെ തന്നെ ബാലചന്ദ്രൻ പോകും എന്നുള്ള കാര്യം. പിന്നെ എന്തിനാ വൈജയ നീ ഈ വാശി കാണിക്കാൻ വേണ്ടി നിന്നത്? ആ കുട്ടി ഇവിടെ നിന്ന് വെച്ചിട്ട് നിനക്ക് എന്താണ് പ്രശ്നം? ഇപ്പൊ നീ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഓരോ തോന്നിവാസങ്ങള് നീ നിന്റെ ഏട്ടനുമായിട്ട് ചെയ്ത് കൂട്ടുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു. ഇനി വരുന്ന കാര്യങ്ങൾ അനുഭവിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. മുത്തശ്ശി ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടിയിട്ടാണ് വൈജിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കേട്ടിട്ട് വൈജിക്കാണെങ്കിൽ തിരിച്ച് ഒന്നും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് വീണ്ടും കൃഷ്ണമോള് അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛ നമ്മൾ എത്ര ദിവസം എന്ന് വിചാരിച്ചിട്ടാണ് ഈ റിസോർട്ടിൽ തന്നെ നിൽക്കുന്നത്? നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടേ? പോണം മോളെ, എന്തായാലും എൻ്റെ വീടാണല്ലോ അത്. അവിടുന്ന് എന്നെ ആർക്കും ഇറക്കി വിടാൻ വേണ്ടി പറ്റില്ല. പിന്നെ തിരിച്ച് അലീനയും കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവർക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എൻ്റെ വീട്ടിൽ ആര് താമസിക്കണം താമസിക്കണ്ട എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ എന്തായാലും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് മാത്രം മതി. അച്ഛ അങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചിക്കും നമ്മുടെ വീട്ടിൽ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. ചേച്ചിയെ അവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. അതിന് ഞാൻ അനുവദിക്കില്ല അച്ഛ. അച്ഛനെയും അലീന ചേച്ചിയും വെച്ചിട്ട് അവരെന്തൊക്കെയോ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നൊക്കെയുണ്ട്. പക്ഷേ അച്ഛൻ സ്വന്തം മകളുടെ സ്ഥാനത്താണ് അലീന ചേച്ചിയെ കാണുന്നത് എന്നുള്ള കാര്യം അവർക്ക് ആർക്കും അറിയില്ലല്ലോ. തന്റെ മക്കളിലെ ഏറ്റവും കൂടുതൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് കൃഷ്ണയാണ് ഇതുവരെ. ഇനി അച്ഛന്റെ ഈ വിഷമം അറിഞ്ഞിട്ട് കൃഷ്ണമോള് തന്റെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് അലീനയുടെ കാര്യങ്ങൾ കൃഷ്ണയുടെ അടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അലീന പറയുന്നത് പോലെ തിരിച്ച് വീട്ടിലേക്ക് പോവാ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ വേണ്ട എന്നുള്ള രീതിയാണ്. എന്നാൽ കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചിയെയും കൂട്ടിയിട്ട് അച്ഛാ നമ്മൾ ഉടനെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അവിടെ ചേച്ചിയെ ആരാണോ അങ്ങോട്ട് അനുവദിക്കാതെ തടഞ്ഞു നിർത്താൻ വേണ്ടി പോകുന്നെന്നുള്ള കാര്യം എനിക്കൊന്ന് കാണണം. അത് അമ്മയാണെങ്കിൽ പോലും ഞാൻ എതിർക്കും. ചേച്ചിയെയും കൂട്ടിയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് അച്ഛാ നമുക്ക് പോകണം എന്ന് പറയാണ്. ഇനി എന്തായാലും കൃഷ്ണമോളായിരിക്കും അലീനയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് തിരികെ വീട്ടില് കയറ്റാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവുക. തന്റെ അമ്മയ്ക്ക് പിഴച്ചുപറ്റുണ്ടായതാണ് അലീന എന്നുള്ള സത്യം മനസ്സിലാക്കിയെങ്കിലും തന്റെ കൂടപ്പറപ്പിനെ പോലെയാണ് കൃഷ്ണമോള് അവളെ സ്വീകരിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ബബിതയോ രോഹിയോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എങ്ങനെയെങ്കിലും അവളെ അവിടെ അടിച്ചിറക്കണം എന്നുള്ള കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ. പക്ഷെ വൈജയന്തിക്ക് അതൊരിക്കലും താങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യവുമായിരിക്കില്ല. ആരടുത്തും പറയാതെ തന്നെ കൃഷ്ണമോള് ഇനി അലീനയെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടുള്ള രംഗങ്ങളാണ് വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുക. കൃഷ്ണമോള് ബോൾഡായിട്ട് അലീനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ആൾക്കാരെ ഒന്ന് കമന്റ് ചെയ്യണം.